ഇപ്പോൾ ടെറസിൻ്റെ മുകളിൽ നിന്ന് ഞാൻ പറിച്ചത് കേട്ടാ. കണ്ടില്ലേ, ഇത്രയ്ക്കും എനിക്ക് കിട്ടി വഴുതന. കണ്ടില്ലേ, പുഴുവൊന്നും കുത്തിക്കില്ലേ, പുഴുവൊന്നും കുത്താത്ത കണ്ടില്ലേ വഴുതനങ്ങ. ഇതിലേക്ക് ഇനി നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. എന്താ, ഞാൻ ഒരു സ്പൂണ് മുഴുവനായിട്ട് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ നിറച്ച് ഉപ്പും എടുത്തിട്ടുണ്ട്, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഞരണ്ടിയിട്ട് എല്ലാം ഉപ്പും മഞ്ഞൾപ്പൊടിയെല്ലാം പിടിക്കുന്ന പോലെ നല്ല രീതിയിൽ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് വെയിലിൽ ഉണക്കിയിടാം. കണ്ടില്ലേ, ഞാനെല്ലാം ടെറസിന് മുകളിൽ ഉണക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വൈകുന്നേരം വന്നിട്ട് നോക്കാം. കണ്ടില്ലേ, 2 ദിവസത്തെ വെയിൽ കൊണ്ടിച്ചപ്പോൾ ചെറുങ്ങനെ ചുരുങ്ങി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, വഴുതന വീട്ടിൽ തന്നെ കൃഷി ചെയ്തിട്ട് പറിച്ചിട്ട് ഉപ്പുമുളകെല്ലാം തേച്ചിട്ട് ഉണക്കിയെടുത്ത് കൊണ്ടാട്ടാക്കി എടുത്തതാട്ടാ. ഇത് നമുക്കിനി എണ്ണയിലിട്ട് വറുത്തെടുക്കാം. എന്താ, നമ്മളെ എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്, ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളെ കൊണ്ടാട്ടമില്ല, മുളക് കൊണ്ടാട്ട അതേ സ്മെല്ലടിക്കുന്നുണ്ട്. നമ്മൾ മുളക് കൊണ്ടാട്ട വറുക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ടാവില്ല, പ്രത്യേക ഒരു സ്മെല്ല്, അതേ സ്മെല്ലുണ്ട് കേട്ടോ. ഇത് വറുത്തെടുത്തിട്ടുണ്ട്, നമ്മൾ വഴുതന കൊണ്ടാട്ട വറുത്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.